നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും. അതിന്റെ 2025 എക്സാമിനേഷന് വേണ്ടി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 7500-ലധികം വേക്കൻസികളുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ കഴിയും. ഇതിലേക്ക് 2025 ഒക്ടോബർ 21 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആയ https:/ssc.gov.in എന്ന സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ സൈറ്റ് നിങ്ങൾ നോക്കി ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ മാത്രമേ പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെയാണെന്ന കാര്യം മനസ്സിലാക്കുക. ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു ദിവസം കൂടെ സമയമുണ്ട്. ഒക്ടോബർ 22 വരെ സമയം തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ കറക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഒക്ടോബർ 29 മുതൽ 31 വരെ അവസരമുണ്ട്. ചിലപ്പോൾ ഫീസ് കൊടുക്കേണ്ടി വരും. അത് ടെൻറ്റേറ്റീവായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ വഴിയാണ് സെലക്ഷൻ. അത് ഡിസംബർ ജനുവരി 2025 നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൺലൈൻ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൾ നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1800-309306 എന്ന നമ്പർ നിങ്ങൾക്ക് വിളിച്ചാൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി ആദ്യമേ തന്നെ പറയുന്നു. അപ്പോൾ സംശയമുള്ളവരെ നോക്കി ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആകെ 7500-ലധികം വേക്കൻസികളാണ് ഉള്ളതെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പേ സ്കെയിൽ പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ 3ാം ലെവൽ അപ്പോയിന്റ്മെന്റ്, അതായത് 21,700 മുതൽ 69,100 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭ്യത. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. വേക്കൻസിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ കാൻഡിഡേറ്റ്സിന് 4408 വേക്കൻസികളുണ്ട്. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ, അത് എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ് 285. കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ എക്സ് സർവീസ്മെൻ കമാൻഡോ കോഴ്സിലേക്ക് 376 വേക്കൻസികളുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് 2596 ഒഴിവുകൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്. ആകെ 7565 ഒഴിവുകളാണുള്ളത്. അത് വേരി ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അതിലെ മൊത്തം പോസ്റ്റിൽ 10% എക്സ് സർവീസ്മെനിൽ നീട്ടി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺസ് ആയവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. പ്രായം പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. 1/7/2025 ജൂലൈ 1, 2025 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷവും, ഒബേസി നോൺ ക്രീമിയൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, സ്പോർട്സ്മെൻ അങ്ങനെയുള്ളവർക്ക് 5 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. റിസർവേഷൻ ആനുകൂല്യങ്ങൾ വേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്ന കാര്യം അത് നേരത്തെ റെഡിയാക്കി വെക്കുക. അതിന്റെ ഫോർമാറ്റ് സർട്ടിഫിക്കറ്റിന്റെ കൊടുത്തിട്ടുണ്ട്, അനക്സറി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ക്വാളിഫിക്കേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 12ാം ക്ലാസ് ആണ് അതിന്റെ അടിസ്ഥാന യോഗ്യത. അതേപോലെ മെയിൽ കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. മോട്ടോർ വെഹിക്കിൾ കാറിലോ ഓടിക്കാനുള്ള ലൈറ്റ് LMV ഉണ്ടായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ലേണേഴ്സ് മാത്രം പോരാ, ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഇതായിരിക്കണം, ക്വാളിഫിക്കേഷൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കുക. അതുപോലെ NCC കാൻഡിഡേറ്റ് ആണെങ്കിൽ NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5%, B ഉള്ളവർക്ക് 3%, A സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 2% മാക്സിമം മാർക്ക് എക്സാമിനേഷന് എക്സ്ട്രാ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിസ്റ്റിങ്ഷൻ ഉള്ളവർക്ക് 5%, ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് 4%, സെക്കൻഡ് ക്ലാസ് ആണെങ്കിൽ 3%, പാസ് ആണെങ്കിൽ 2% മാർക്ക് അത് വെയിറ്റേജ് അഡീഷണൽ മാർക്കായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യങ്ങളെ മനസ്സിലാക്കുക. ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളത് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നിങ്ങൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റായ https:/ssc.nic.in എന്ന സൈറ്റിൽ ssc.gov.in എന്ന സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഒരു 1 ടൈം രജിസ്ട്രേഷൻ ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. നേരത്തെ നിങ്ങൾ ssc.nic.in സൈറ്റ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും ഇവിടെ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന കാര്യം പുതിയ സൈറ്റാണ്. https:/ssc.gov.in സൈറ്റിൽ ഒരു OTP വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന കാര്യം, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
നേരത്തെ രജിസ്റ്റർ ചെയ്തവർ പോലും പുതിയ സൈറ്റാണ്, അതിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. റീസെന്റ് ആയിട്ട് അതിൽ ആദ്യമായിട്ട് ചെയ്തെങ്കിൽ ഓക്കെ, അതിനുള്ളവർക്ക് കുഴപ്പമില്ല. ഓൺലൈൻ ആപ്ലിക്കേഷന് ഫീസ് ഉണ്ട്, 100 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം മനസ്സിലാക്കുന്ന. വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും ഫീസ് ഇല്ല. ബാക്കി എല്ലാവർക്കും ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ഫീസ് അടയ്ക്കാനായിട്ട് 2025 ഒക്ടോബർ 22, അതായത് ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞ് ഒരു ദിവസം കൂടെ ഫീസ് അടയ്ക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. ഇനി എക്സാമിനേഷൻ സെന്ററുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം അടങ്ങുന്ന റീജിയനിലെ കർണാടക, കേരള റീജിയനിലെ എക്സാമിനേഷൻ സെന്ററുകൾ, കേരളത്തിലെ എക്സാമിനേഷൻ സെന്ററുകളാണ് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ, കവറത്തി എന്നിവയാണ് കേരളം അടങ്ങുന്ന കർണാടക, കേരള റീജിയനിലെ എക്സാമിനേഷൻ സെന്റർ. നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തുള്ള സെന്ററുകളൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായും അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഏറ്റവും അടുത്തുള്ള സെന്റർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്കീം ഓഫ് എക്സാമിനേഷൻ എന്ന് നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഫിസിക്കൽ എൻട്രൻസും മെഷർമെന്റ് ടെസ്റ്റും ഉണ്ടാവും. അതിനുശേഷം ആയിരിക്കും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 ചോദ്യങ്ങൾ 50 മാർക്ക്, റീസണിംഗ് 25 മാർക്ക്, ന്യൂമറിക്കലിറ്റി 15 ചോദ്യങ്ങൾ 15 മാർക്ക്, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, MS Excel, MS Word ഒക്കെ ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ 10 മാർക്ക്, അങ്ങനെയാകെ 90 മിനിറ്റ് 1.5 മണിക്കൂർ നിൽക്കുന്ന പരീക്ഷയായിരിക്കും. തെറ്റായ ചോദ്യത്തിന് ഉത്തരത്തിന് -1/4 അല്ലെങ്കിൽ 4 മാർക്ക് റിഡക്ട് ചെയ്യുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട് ജനറൽ നോളജ് എന്തൊക്കെയാണ് പോർഷൻ ചോദിക്കുക എന്നുള്ളത്. അതിനുശേഷം ഫിസിക്കൽ എൻഡുറൻസ് ആൻഡ് മെഷർമെന്റ് ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എൻഡുറൻസ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് 1600 മീറ്റർ ഓട്ടം 6 മിനിറ്റ് ഫിനിഷ് ചെയ്യണം. 30 മുതൽ 40 വയസ്സുള്ളവരാണെങ്കിൽ 7 മിനിറ്റിലും 40 വയസ്സിൽ കൂടുതൽ 8 മിനിറ്റിലും ഫിനിഷ് ചെയ്യണം. ലോങ് ജമ്പ് അതുപോലെ 30 വയസ്സുള്ളവർ 14 ഫീറ്റും 30 മുതൽ 40 വയസ്സുള്ളവർക്ക് 13 ഫീറ്റും 40 വയസ്സിൽ എബോവ് ആയിട്ടുള്ളവർക്ക് 12 ഫീറ്റും ലോങ് ജമ്പ് ചാടേണ്ടതായിട്ടുണ്ട്. ഹൈ ജമ്പിന്റെയും കൊടുക്കുന്നത് 3.9, 3.6, 3.6, 3.3 ഇഞ്ച് എന്നിങ്ങനെയാണ് അതിനകത്ത് അതിന് വേണ്ട ഹൈ ജമ്പിന്റെ ലെങ്ത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് 170 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉള്ള കഴിവ്, ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടാവണം. 81 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അത് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉള്ള കഴിവ് ഉണ്ടായിരിക്കണം. അതിനുശേഷം ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. അതും നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്, മെയിൽ കാൻഡിഡേറ്റ്സിനെ പറഞ്ഞു. ഈ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സിലുള്ളവർക്ക് 8 മിനിറ്റിൽ 3200 മീറ്റർ ഓട്ടം ഫിനിഷ് ചെയ്യണം. ലോങ് ജമ്പ് 10 മീറ്റർ ചാടണം. ഹൈ ജമ്പ് ആണെങ്കിൽ 3 ആണ് വേണ്ടത്. 30 മുതൽ 40 വയസ്സുള്ളവർക്ക് 9 എന്നുള്ളതാണ്, 9 മിനിറ്റിൽ ഫിനിഷ് ചെയ്യണം. അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൈറ്റ് 157 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷമായിരിക്കും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരിക്കും. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള അവസരം പരമാവധി എടുത്ത് 2025 ഒക്ടോബർ 21 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. 12ാം ക്ലാസ് പാസ്സാർക്ക് അപേക്ഷിക്കാൻ കഴിയും. കേന്ദ്ര സർക്കാരിനുള്ള സ്ഥിരം ജോലിയാണെന്ന കാര്യം മനസ്സിലാക്കുക. ഈ അവസരം പരമാവധി എടുത്തു. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.